ഇനി എന്ത് ചെയ്യും അർജുനെ? എനിക്കൊന്നും അറിയില്ല. എടാ എന്നാലും അവളെ എവിടെ പോവാനാ? ആർക്കറിയാം. നമ്മളെവിടെയെന്ന് വെച്ചിട്ടാ തെരയാ? വണ്ടിന്ന് എങ്ങനെ ഇറങ്ങി പോവാ? അവള് നമ്മളോട് ഒരു വാക്ക് പറയണ്ടേ? അല്ല ചേട്ടാ, അതിന് വണ്ടി ഇവിടെ നിർത്തിയിരുന്നോ? പറഞ്ഞ പോലെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നോ? എനിക്കറിയില്ല. നീ ആ ഡ്രൈവറിനോടൊന്ന് ചോദിച്ചേ. ഒരു മിനിറ്റ്. ചേച്ചി ടെൻഷൻ അടിക്കണ്ട. വണ്ടി നിർത്തിയിരുന്നു എന്നാ പറയുന്നേ. എവിടെ നിർത്തിയത്? അത് കറക്റ്റ് അല്ല. നമ്മള് വരുന്ന വഴിക്കാ. ആടാ അർജുനെ, അതും പറയാൻ പറ്റില്ല. നമുക്ക് ആ ഹോട്ടലൊന്ന് പോയി നോക്കിയാലോ? പോയോക്കാം. വാ കേറ്. എടാ സജിന, ഇവിടെ ഒന്നും ഇല്ലല്ലോ. എടാ അതിന് നമ്മള് ഫുള്ള് നോക്കിയോ? ഇവിടെ ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ എവിടെ പോയി തരാനാ? എടാ അർജുനെ, നീ ഒന്ന് അങ്ങോട്ട് നോക്ക്. അവിടെ ആരാ? അതല്ലേ അവള്. നീ വന്നേ. മിട്ടുമോളെ, നീ എന്ത് പരിപാടിയാ കാണിച്ചത്? മനുഷ്യന്റെ പകുതി ജീവൻ അങ്ങ് പോയി കിട്ടി. പിന്നെ പേടിക്കൂല എന്നെ കണ്ടില്ലെങ്കി? നിനക്ക് പൊറോട്ടയും ബീഫും കഴിക്കണേ ഞങ്ങളോട് പറഞ്ഞാ പോരെ? അതന്നെ, ആരോടും പറയാണ്ട് ഇറങ്ങി പോവാ. എന്റെ മിട്ടുമോളെ, ഞാൻ പേടിച്ചു പോയി അറിയോ? കിട്ടി കിട്ടി. വേഗം കഴിക്കി പോണ്ടേ? അങ്ങനെ ചെയ്യണോടാ അർജുനെ. അതാവും നന്നാവുക. അതാവുമ്പോ ഇനിയിപ്പം പോയിട്ട് ഫുഡ് കഴിക്കാൻ പറയുമ്പോ സമയം കുറെ ആവൂലേ? എന്നാ എല്ലാവർക്കും ഇവിടുന്ന് കഴിക്കാം. നീ പോയി വിളിച്ചിട്ട് പോവാ എല്ലാവരും. ഓക്കെ. നല്ല സ്ഥലല്ലേ മീരെ? ചേടാ എവിടെ പോയി? കണ്ടിട്ട് നല്ലതാ തോന്നില്ലേ? എന്തായാലും ഒരാഴ്ചത്തേക്ക് കോളേജ് ഒന്നും ഇല്ല. ഞാൻ നന്നായി. നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കണം കേട്ടോ. നീ ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ മീരെ? മീരെ, പറ. നീ ഞാൻ പറഞ്ഞ വല്ലതും കേട്ടോ? കേട്ട് കേട്ട്. നീ ആരെ അവിടെ തരുന്നേ? ഞാൻ ആരും തരുന്നില്ലല്ലോ. അത് ചേട്ടനോട് പോയി നോക്കിയതാ. ചേട്ടനെ നോക്കിയതൊന്നുമല്ല. നീ ആരെ തരുന്നതാ? അതന്നെ, ചേട്ടനെ തരുന്നതാ. ജസ്റ്റ് മിസ്. ഇവളോട് പറയണോ? വേണ്ട. കീപ് ഇറ്റ് പ്രൈവറ്റ് അൺടിൽ ഇറ്റ്സ് പെർമനന്റ് എന്നല്ലേ? ആരോടൊന്നും പറയണ്ട. അതാ എന്റെ ആരോഗ്യത്തിന് നല്ലത്. എടാ വാ, നമുക്ക് റൂമിലേക്ക് പോവാം. അല്ല ചേച്ചി, അവര് വന്നില്ലല്ലോ. അവർക്ക് എന്തൊക്കെയോ ക്യാഷ് എടുക്കാനൊക്കെ ഉണ്ട്. അവര് വന്നോളൂ. നമ്മളോട് അപ്പോഴത്തേക്ക് പോയി റൂം തുറന്നോളാൻ പറഞ്ഞു. അല്ല അപ്പൊ മോട്ടും വീട്ടുമോളോ? അവര് ചേട്ടന്മാരെ ഇവിടെ വന്നോളൂന്നാ പറഞ്ഞേ. എന്നപ്പാ വാ. ഇവളെന്തീ കാണിക്കുന്നേ? ചിന്നോ, നീ ആർക്ക് ഈ കുത്തിരുന്ന് മെസ്സേജ് അയക്കുന്നേ? വേറെ ആർക്ക്? നിന്റെ ചേട്ടൻ തന്നെ. അതിന് ചേട്ടൻ അപ്പുറത്തെ റൂമിലില്ലേ? അതൊക്കെ ഉണ്ട്. എന്നാലും മെസ്സേജ് അയക്കുമ്പോൾ സുഖം. ഇതിനൊക്കെ എന്ത് സുഖമാണാവോ കിട്ടുന്നത്? അത് നിനക്ക് പ്രേമിച്ചാൽ മനസ്സിലാവും. ഈ പ്രേമം എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി സംഭവം. അത്യാവശ്യം അടിപൊളി സംഭവം. അതിങ്ങനെ പുറത്തുനിന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. അതതിൽ പെട്ടുപോയാലേ മനസ്സിലാവുള്ളൂ. നമുക്കൊന്നും അതിനുള്ള ഭാഗ്യമില്ലല്ലോ. പക്ഷെ ഞാൻ വീട്ടും, അതുറപ്പാ. അതിനാദ്യം അവൻ കമ്മിറ്റഡ് ആണോ എന്നറിയണം. ചിന്നോ, ഞാനൊരു കാര്യം ചെയ്യട്ടെ? ചോദിക്ക്. ഈ നിവാൻ എങ്ങനെയാള്? അവനെങ്ങനെയാളെന്ന് പറഞ്ഞിട്ട് നിനക്കെന്തിനാ? അല്ല ചോദിച്ചതാ. നീ പറഞ്ഞ കഥയും ഇപ്പോഴത്തെ ആളെ സ്വഭാവം വെച്ച് മാച്ച് ആവുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അതൊക്കെ പണ്ടത്തെ കഥയല്ലേ മോളെ. അവൻ ഇപ്പൊ പാവാന്ന് എനിക്ക് തോന്നുന്നേ. ഇപ്പൊ അവന് ആ സ്വഭാവമൊക്കെ ഉണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ നമ്മൾ പാസ്റ്റ് വെച്ച് ഒരാളെ ജഡ്ജ് ചെയ്യരുതല്ലോ. ഇപ്പൊ പാവാന്നാ തോന്നുന്നേ. അവന് ഗേൾഫ്രണ്ട് ഉണ്ടോ? എന്തിനിതൊക്കെ അറിഞ്ഞിട്ട്? അല്ലട ചോദിച്ചതാ. ഒരു ആക്ടർ അല്ലേ, അപ്പൊ ഗേൾഫ്രണ്ട് ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചതാ. എനിക്കറിയില്ല, ഉണ്ടാവും ചിലപ്പോ. ആക്ടറൊക്കെ അല്ലേ. ചേടാ, ക്ലിയർ ആയിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നില്ലല്ലോ. എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. നീ ഡ്രസ്സൊക്കെ മാറ്റിയോ? മാറ്റി. ഇഷ്ടപ്പെട്ടോ? എന്ത്? അല്ല, റൂമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. പോയ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാ അർജുനെ. മാറ്റാം. അതിനു മുന്നേ നീ ആരോടെ മെസ്സേജ് അയക്കുന്നേ? അതൊന്നുമില്ല. ഒന്നുമില്ലേ? നോക്കട്ടെ. അതൊന്നും ഇല്ലാന്ന് മര്യാദക്ക് കാണിച്ചോ മോളെ. താടിയ ഫോൺ, ഞാൻ നോക്കട്ടെ. അർജുനെ വേണ്ടേ? ഞാൻ നോക്കൂ. അച്ചോടാ, ആരിത്? അതാരില്ല. ഫോൺ താ. ഞാനൊന്ന് കാണട്ടെ. ഇതാരിത്? നിന്നെ പോലെ ഉണ്ടല്ലോ എവിടേക്കോ. പിന്നെ ഞാൻ എന്നെ പോലെ അല്ലേ ഉണ്ടാവുക? ഇത് നീയാ? ഞാൻ തന്നെ. അച്ചോടാ, എന്തായാലും ഇപ്പോഴത്തന്നെ രസമുണ്ട്. എടാ,
എന്നാലും നീ എന്ത് ഭംഗിയതില്ലേ? ഇത് എത്ര വയസ്സുണ്ടാവും നിനക്ക്? ആർക്കറിയാം, 4-5. നീ എന്ത് വർത്താനാ പറഞ്ഞ അർജുനെ? ഇപ്പൊ എന്താ രസല്ലേ? ഇപ്പൊ രസത്തിന് കുറവൊന്നുമില്ല, പക്ഷെ ഇത്രയും ഭംഗിയൊന്നുമില്ല. ഞാൻ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ പോവാ. എന്തിന്? നല്ല രസമുള്ള ഫോട്ടോ ആണ്, ഡിലീറ്റ് ചെയ്യരുത് കേട്ടോ. നീ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എല്ലാവർക്കും എപ്പോഴും അതേപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. ലൈഫില് പ്രശ്നങ്ങളൊക്കെ വരില്ലേ? ഫോൺ ഒന്ന് താ. ഞാനൊന്ന് കണ്ട് ആസ്വദിക്കട്ടെ, എന്നിട്ട് തരാം. എന്നാലും നിന്നെ കാണാൻ എന്തൊരു ഭംഗിയടി. പിന്നെ ഇപ്പൊ എന്താ ഭംഗിയില്ലേ? ഇപ്പൊ ഈ ഭംഗിയില്ലേണ്ടല്ലടാ, നീ ഇതേപോലെ ഹാപ്പി അല്ലല്ലോ ഇപ്പോ, അതാണ് പ്രശ്നം. സാരല്ല, ഈ ഭംഗി ഞാൻ തിരിച്ചു കൊണ്ടുവന്നോളാം. അതിന് നിന്നെ കൊണ്ട് പറ്റുമോ? കാണിച്ചുതരാം. ഈ പിക്ക് ഞാൻ എന്റെ ഫോണിലേക്ക് അയച്ചോട്ടെ. എന്തിന്? ഇടയ്ക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാലോ. അയച്ച. പോയിക്കോ പോയിക്കോ, പക്ഷെ അതേപോലെ തന്നെ തിരിച്ചു വരണേ. നമുക്ക് അങ്ങോട്ട് പോകാം, ബാ. അനു ദേ നോക്കിയേ. ആരാ അവിടെ ഉള്ളത്? കൊറേ നേരമല്ലോ നീ നോക്കുന്നേ. ദേ ഒരു എയറോപ്ലെയിൻ. എയറോപ്ലെയിനാ? ആ എയറോപ്ലെയിൻ തന്നെ. എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു എയറോപ്ലെയിൻ ഓടിക്കണം. അറിയോ നിനക്ക്? എന്നാ പിന്നെ മോനങ്ങ് പൈലറ്റ് ആയിക്കൂടായിരുന്നോ? അതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല. നിനക്ക് എയറോപ്ലെയിൻ ഇഷ്ടമല്ല? ഇഷ്ടമല്ലായൊന്നുമില്ല, പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ. എന്തേ? അർജുനെ, നിന്റെ കല്യാണം കഴിഞ്ഞിട്ടോ? നിനക്ക് 24 വയസ്സായി. അതിനിപ്പോ എന്താ? അല്ല ഒന്നുമില്ല, പറഞ്ഞൊന്ന് ഓർമ്മിപ്പിച്ചു തന്നതാ. എയറോപ്ലെയിൻ കാണുന്നതിന് പ്രായമൊക്കെ ഉണ്ടോ? ഞാനൊന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും, അത് എത്ര വയസ്സായാലും. എനിക്ക് വയ്യ ഈ മെച്യൂരിറ്റി ഒന്നും കാണിക്കാൻ. നിനക്കും പിന്നെ ഞാനിങ്ങനെ കുട്ടികളെ കളിക്കുന്നതല്ലേ ഇഷ്ടം അല്ലേ? പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എങ്ങനത്തെ ഭർത്താവിന് വേണമെന്നായിരുന്നു ആഗ്രഹം? എനിക്ക് നല്ല താടി മീശയൊക്കെ ഉള്ള, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരു ചെക്കനെ. ഏകദേശം പറഞ്ഞാ നമ്മളെ അശ്വിനെ പോലെ. അതെന്താ, ഞാൻ രസല്ലേ? നിനക്ക് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ താടി മീശൊക്കെ വേണല്ലോ. എന്റെ ചെക്കന് പൊസസീവ്നെസ് അടിച്ചോ? എനിക്കതൊന്നുമില്ല. അതെനിക്കിപ്പോ മനസ്സിലായി. എന്ത് പൊസസീവ്നെസ് തീരെ ഇല്ലാന്ന്. ആനോ, നീ ഇങ്ങനെ അശ്വിനെ പറ്റി ഇങ്ങനെ പറയല്ലേ, എനിക്ക് സങ്കടവും. അച്ചുടാ, സാരില്ലട്ടോ, പറയുന്നില്ല. ഇനി മോൻ പറ, മോന്റെ ഇമാജിനേഷനിൽ എങ്ങനത്തെ ഭാര്യനെ വേണമെന്നായിരുന്നു? എനിക്ക് എന്ന് പറഞ്ഞാ അത്യാവശ്യം കുട്ടികളേക്കുള്ള, എന്നെ ഓവറായിട്ട് സ്നേഹിക്കുന്ന ഒരു കുട്ടീനെ വേണമെന്നേന്ന്. അതായത് നമ്മളെ ശരണ്യനെ പോലെ. ഓ, തുടങ്ങി അസാനത്തിന് കഥ പറയാൻ. നിനക്കെന്താ അവളോട് ഇത്ര ദേഷ്യം? നിനക്കെന്താ അശ്വിനോട് ഇത്ര ദേഷ്യം? അതന്നെ. യു മീൻ പോസസീവ്നെസ്? അതിന് വേണേ എങ്ങനെയും പറയാം. എനിക്ക് ആ പെണ്ണിന് ഇഷ്ടമല്ല, നീയും ഇഷ്ടപ്പെടണ്ട കേട്ടല്ലോ. ആലോചിക്കാം. എന്താ ആലോചിക്കാന്ന്? ദേ നിർത്തിക്കട്ടോ. നിർത്തിയില്ലെങ്കിൽ റൂമിൽ കൊണ്ടുപോയി കൂമ്പിരിട്ട് ഇടിക്കും ഞാൻ. വേണ്ട വേണ്ട, നീ പറഞ്ഞ പോലെ ചെയ്യും ചിലപ്പോ. അപ്പൊ പേടിയുണ്ടല്ലേ? കുറച്ചൊക്കെ. അന്ത ഭയം ഇറക്കണം. ആയിക്കോട്ടെ എന്റെ മഹാറാണി. അത് സജിനല്ലേ? ഇവനെന്താ ഇവിടെ? എന്തായാലും സംസാരിക്കാം. നീ എന്തെങ്ങനെ നോക്കുന്നേ? ഞാൻ ചേട്ടന്റെ ഭംഗി കണ്ട് നോക്കി പോയതാ. അത്രയ്ക്ക് സുന്ദരനല്ലേ, കണ്ണെടുക്കാൻ തോന്നൂല. അയ്യാടാ, കളിയാക്കിയതാന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കളിയാക്കിയതല്ല, ശരിക്കും പറഞ്ഞതാ. അതെ അതെ. എനിക്ക് ഇന്നലെ ഒരു സാധനം കിട്ടി. എന്ത് സാധനം? ഒരു ഫോട്ടോ. ആരെ ഫോട്ടോ? ചേട്ടന്റെ ഫോട്ടോ. എന്തേത് ഫോട്ടോ? കോളേജ് പഠിക്കുമ്പോൾ ഒരു ഫോട്ടോ. അയ്യേ, കോളേജ് പഠിക്കുമ്പോ എന്നെ എന്തോ പോലെയായിരുന്നു കാണാൻ. ഇപ്പോഴത്തെ ഭംഗി ഉണ്ടേനു കേട്ടോ. അതെന്താടി ഇപ്പൊ രസല്ലേ? ഇപ്പൊ ആ ഭംഗിയൊന്നുമില്ല, അന്ന് എന്ത് രസമായിരുന്നു കാണാൻ. ഓ, നമ്മളൊന്നും ഭംഗിയില്ലല്ലോ, വേറെ പലരും അല്ലേ ഭംഗി. അതെന്താ അങ്ങനെ? അല്ല, നിവാനെ കാണാൻ എന്നേക്കാൾ ഭംഗിയാണല്ലോ. തുടങ്ങല്ലേ? എന്റെ പൊന്നേ, ഞാൻ വെറുതെ പറഞ്ഞതാ, നീ ഇതിനൊന്നും പിണങ്ങിക്കളയല്ലേ. എനിക്ക് ആവൂല. നിന്റെ അച്ഛനെ അമ്മേനും ചേട്ടനൊക്കെ ഞാൻ സമ്മതിക്കൂട്ടോ. അതെന്താ? അല്ല, നിന്റെ ഈ മൂഡ് സ്വിങ്സ് ഒക്കെ ഇങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ടല്ലോ. അതിന് അച്ഛനോടും അമ്മേനോടൊന്നും ഞാൻ മൂഡ് സ്വിങ്സ് കാണിക്കലില്ല. എന്റെ സ്വഭാവം കറക്റ്റ് അറിയുന്നത് എന്റെ ചേട്ടനാ. ഒരു ദിവസം സജിനേട്ടനെ ഞാൻ പരിചയപ്പെടുത്തി തരണ്ട്. അല്ല, നിന്റെ ചേട്ടന്റെ പേരെന്താ? കിരൺ. കിരണും ചിന്മയും? ഓ, ഒരു മാച്ചില്ലല്ലോ. അത് അച്ഛനും അമ്മയുടെ പേരാ. നിന്റെ ചേട്ടൻ എങ്ങനെ ആള്? അല്ല, ഞാൻ സോപ്പിട്ടാ വീഴോ? ചേട്ടൻ അങ്ങനെ സോപ്പിട്ടാ വീഴുന്ന ടൈപ്പൊന്നുമില്ല. അല്ല മോളെ, ഇപ്പൊ എന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് പ്ലാനൊന്നും ഇല്ലേ? വീട്ടിലിത് അവതരിപ്പിക്കണ്ടേ? അതിനൊക്കെയുള്ള പ്ലാൻ ഞാൻ ആദ്യം കണ്ടുവച്ചിട്ടുണ്ടെന്നേ. എന്ത് പ്ലാൻ? എന്റെ ചേട്ടന് ഒരു ലൈൻ ഉണ്ട്. ആണോ? അതെ അതെ, പക്ഷെ അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ നമുക്ക് അത് വെച്ച് കളി കളിക്കാം. നല്ല ഐഡിയ ആണ്, പക്ഷേ നിന്റെ ചേട്ടന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ തെറ്റല്ലേ? അല്ല, എനിക്കുണ്ടല്ലോ ഒരു അനിയത്തി, അതുകൊണ്ട് പറഞ്ഞതാ. ചേട്ടൻ ഒന്നെങ്കിൽ ചേട്ടൻ കളിക്കി, അല്ലെങ്കിൽ നമ്മളെ കാര്യത്തിൽ സംസാരിക്കും. ഈ രണ്ടെണ്ണം കൂടി നടക്കൂല. നമ്മളെ കാര്യം വർക്കൗട്ട് ആവണമെങ്കിൽ ഇപ്പൊ ഈ പ്ലാൻ തന്നെ യൂസ് ചെയ്തേ പറ്റൂ. എന്തായാലും നിന്റെ ചേട്ടനെയും അമ്മേനെയും അച്ഛനെയൊക്കെ ഒന്ന് കാണണം. എന്റെ വീട്ടിൽ പറയുന്നതിന് മുന്നേ ചേട്ടന്റെ വീട്ടിൽ പറയാം, അതായിരിക്കും നന്നാവ്. അതെന്താ?
ചേട്ടന്റെ അമ്മ എന്ന് പറയുമ്പം ഞാനായിട്ട് കുറച്ച് ഫ്രണ്ട്ലി ആണല്ലോ. അപ്പൊ പിന്നെ ആന്റിനോട് പറഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാവും. എടി ഭീകരി, നീ ഇതൊക്കെ ആദ്യമേ പ്ലാൻ ചെയ്ത് വെച്ചതാണല്ലേ? ആ എന്ത് ചെയ്യാനാ, ഒരാൾ ഇഷ്ടപ്പെട്ടാ പിന്നെ ഇതൊക്കെ ആലോചിക്കണ്ടേ. എന്തായാലും ചേട്ടനെ കൊണ്ട് ഞാൻ പോവും. എനിക്ക് ചേട്ടനെ തന്നെ വേണം. ഓ നീ എടുത്തോ. വേറെ ആരെങ്കിലും കെട്ടിപ്പോയണ്ടല്ലോ. പോയാ ചേട്ടനെ രാത്രി വന്ന് ഞാൻ കൊല്ലും. അതിന് ഞാൻ എന്താ മോളെ ചെയ്ത്? ആ പെണ്ണിനെ കൊന്നാ പോരെ? അവളെ കൊന്നാ ശരിയാവില്ല. അവള് ജീവിച്ചോട്ടെ, ചേട്ടനെ കൊല്ലുള്ളൂ ഞാൻ. ചേട്ടനല്ലേ എനിക്ക് സ്വന്തം. ആയിക്കോട്ടെ. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയാ? അതാരി? ഹായ് സുജിൻ. ഹായ്. എടാ വിചാരിച്ചില്ല കാണുന്നു. എന്നാലും ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടോ. എനിക്കും. ഞാനും ഇയാളെ ഇവിടുന്ന് കാണുന്നു വിചാരിച്ചതല്ല. ആരാണിത്? ആ ആരിത്? ശ്രീലക്ഷ്മിയോ? അർജുൻ. എവിടെ ആയിരുന്നു മച്ചാ? കൊറേ കാലല്ലോ കണ്ടിട്ട്. ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഞാനൊക്കെ എവിടെ പോവാനാ? നിങ്ങളല്ലേ പെട്ടെന്ന് ഡിസപ്പിയർ ആയത്? എടാ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഞങ്ങളോട് പോവാനാ? എനിക്കതല്ല അത്ഭുതം. നിങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്സ് ആണോ? ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും പിരിയൂല. അയ്യോ, കോളേജ് കഴിഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞാ നിങ്ങളെയൊക്കെ ഒന്നുകൂടി കാണുന്നു വിചാരിച്ചതാട്ടോ. ഞങ്ങളും അല്ലേ സജിനെ? അതെ അതെ. അതിനെന്താ, ഇപ്പൊ കണ്ടില്ലേ? നിനക്ക് നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. ലുക്കിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. സ്വഭാവമൊക്കെ അതേപോലെ തന്നെയാ. അർജുനെ അടങ്ങി നിക്കളാ. അവന് ഭയങ്കര ചുമ. ഇത് തണുപ്പുള്ള ക്ലൈമറ്റ് ഒക്കെ അല്ലേ? ആണോ? എടാ നിങ്ങളെന്താ ഇവിടെ ട്രിപ്പ് വന്നതാ? പിന്നെ റിസോർട്ടിൽ എന്തിനാ വരിക? എന്റെ അമ്മോ, അങ്ങനെ ചോദിച്ചതല്ല. ഇനി വർക്കിന് എന്ത് അത്യാവശ്യത്തിന് വന്നതാണോന്ന് അറിയില്ലല്ലോ. ഞങ്ങളൊരു ചെറിയ അടിച്ചുപൊളിയായിട്ട് വന്നതാ. ആഹാ, കൊള്ളാലോ. അല്ല നീ എന്താ ഇവിടെ? എനിക്കൊരു 1 വീക്ക് സ്റ്റേ ചെയ്യണം ഇവിടെ. ഇവിടെ അടുത്തൊരു മാരേജ് ഉണ്ട്. അപ്പോ അതിന് പോകാൻ വേണ്ടിട്ടാ. ആഹാ, നിന്റെ മാരേജാ? ഒന്ന് പോടാ അവിടുന്ന്. എന്റെ ഒരു റിലേറ്റീവിന്റെ. നീ മാരീഡാ? നല്ല ചുമയുണ്ട് തോന്നുന്നുണ്ടല്ലോ. അതെ, എന്താന്നറിയില്ല. അല്ല അവൻ ചോദിച്ചതിന് മറുപടി കൊടുക്ക്. ഇതുവരെ ഞാൻ മാരീഡ് അല്ല. ഓ അപ്പൊ കമ്മിറ്റഡ് ആയിരിക്കും അല്ലേ? ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ കമ്മിറ്റഡ് ഒന്നല്ല. ചേച്ചി, ഇത് നമുക്കുള്ള പണിയാവും. എനിക്കും അതന്നെയാ തോന്നേ. ഇപ്പൊ വന്നിട്ടില്ലല്ലോ, വാ അകത്തേക്ക് ഇരിക്കാം. വരാം. ഞാൻ ചെക്കിൻ ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് ചെയ്യണം. സജന കൈ അങ്ങ് വിട്ടേക്ക്. അയ്യോ സോറി. എന്നാ ഓക്കെ, നമുക്ക് കാണാട്ടോ. ഞാൻ ചെക്കിൻ ചെയ്യട്ടെ. ഓക്കെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ശരി എന്നാ. ഓക്കെ. സജിനെ തീർന്ന്. അയ്യോ ഞാനിത് മറന്നുപോയി. അല്ലേലും നീ അങ്ങനെ തന്നെ. ഒന്നിനെ കിട്ടിയ മറ്റൊരു മറക്കൂ. പോടാ അവിടുന്ന്. ആരാത്? ഏത്? ഓ എന്താ പൊരുത്തം. അത് ഞങ്ങളെ കോളേജിലൊരു ഫ്രണ്ടാ. അല്ല അർജുനെ? അതിന് നിന്റെ ഫ്രണ്ട് അല്ലല്ലോ. എടാ അവളെ കൊലക്ക് കൊടുക്കലടാ. നാളെ നിനക്കെന്നെ ജീവനോടെ വേണോ? എന്നിങ്ങനെ പറ. എന്തേ അർജുനേട്ടാ, ഡൗട്ട് ഉണ്ടോ? ഇല്ലില്ല, ഞങ്ങളെ ഫ്രണ്ട് തന്നെ. ഫ്രണ്ടാണെങ്കി നിങ്ങക്ക് രണ്ടാക്കും കൊള്ളാം. ഇനി വേറെന്തെങ്കിലും ആണെങ്കി അറിയാലോ മക്കളെ. വേറൊന്നുമില്ല. വാ നമുക്ക് പോവാം. വല്ലാതെ ഉരുളുന്നു. എനിക്കും തോന്നി. സാരില്ല ചേച്ചി, നമുക്ക് തന്നെ പിടിക്കാം. എന്താലോചിച്ച് നിക്ക. വാ വാ സജിനെ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ പോവേ, ബൈ. എന്താ ചിന്നോ? ഒന്നുമില്ല. ശരിക്കൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തുണ്ടാവാൻ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാക്കും കൊള്ളാം. ഇനി എന്തെങ്കിലും ഉണ്ടെന്നെങ്ങാനും ഞങ്ങൾ അറിഞ്ഞാ ബാക്കി പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒന്നുമില്ല. നീ ചെല്ല്, ഞാൻ വരാം. എന്റെ ഈശ്വരാ, എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി ഇവളോട്? ഇവളിപ്പോ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് തന്നെ ഇത്ര കലിപ്പില്ല. അപ്പൊ പിന്നെ എന്റെ ഫസ്റ്റ് ക്രഷാന്നെങ്ങാനും പറഞ്ഞ എന്റെ അന്ത്യം കുറിയും. അർജുൻ എന്ന് സൂക്ഷിക്കണം. വരുന്നില്ലേ? വരുന്നു. അമ്മേ. അത് ശരി, ഇവിടെ ഇരിക്കുക. കലിപ്പിലാണല്ലോ. കലിപ്പിലൊന്നല്ല. ആര് മീരയോ? വാ ഇരിക്കി. എന്തു പറ്റി, ഉറങ്ങിയില്ലേ? ഉറങ്ങാനൊന്നായില്ലല്ലോ. ആണോ? ഞാൻ വിചാരിച്ചു കൊറേ ടൈം ആയിരുന്നു. എന്തിയാ? ഞാനൊരു സ്ക്രിപ്റ്റ് വായിക്കായിരുന്നു. ന്യൂ മൂവിന്റെതാ? നെക്സ്റ്റ് വീക്ക് ഒരു മൂവി ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ഒന്ന് വായിച്ചു വെച്ചതാ. ഈ ഡയലോഗ് പഠിക്കാൻ ഭയങ്കര പാടാണല്ലേ? വലിയ പാടൊന്നുമില്ല. എക്സ്പീരിയൻസ് ആയ അങ്ങനെ പോയിക്കോളൂ. അല്ല എന്തു പറ്റി, ഒറ്റയ്ക്ക് നടക്കാൻ ഇറങ്ങി? അല്ലല്ല, ഞാൻ ചേർന്ന് തന്നെ വന്നതാ. എന്നെയോ? എന്തു പറ്റി, ആരും വിളിക്കുന്നുണ്ടോ? ഇല്ലില്ല, ഞാൻ വെറുതെ സംസാരിക്കാലോ എന്ന് വിചാരിച്ചിട്ട്. അതാണോ? എന്ത് സംസാരിക്കാനുള്ള? അല്ല, അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു ടോപ്പിക് ഒന്നുമില്ല. നമുക്കിങ്ങനെ വെറുതെ ഓരോന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കാലോ. ചിന്നും ചേട്ടനും
പിന്നെ അനുചേച്ചിയും അർജുനേട്ടനൊക്കെ പുറത്താ. പിന്നെ മോട്ടും മിട്ടുമോളും കളിക്കാൻ പോയി. അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്കാ. അതാ. ഓ അതാണോ? നീ ഇവിടെ ഇരുന്നോ? നീ ഇവിടെ ഇരിക്കുമ്പോ എനിക്കൊരു കമ്പനി ആണല്ലോ. അല്ല, ഞാനിങ്ങനെ സംസാരിക്കുന്നോണ്ട് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ? ഇല്ല എനിക്കിങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ ഭയങ്കര ഇഷ്ടം. മീരേ, റൂട്ട് ക്ലിയർ ആയി. ഓ, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യേ. എന്തുറ്റി? ഒന്നുമില്ല. അല്ല, ചേട്ടനത് വായിച്ചട്ടോ, ഞാനിവിടെ ഇരുന്നതാ. അതൊന്നും കുഴപ്പമില്ല. ഇതിപ്പോ വായിച്ച തീരുവൊന്നുമില്ല. ഏത് ടൈപ്പ് മൂവിയാ ചെയ്യാൻ പോകുന്നേ? ഇത് റൊമാൻറ്റിക് ത്രില്ലറാന്നാ തോന്നുന്നേ. റൊമാൻറ്റിക് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടോ? അത്യാവശ്യം. നീ എന്റെ ഫിലിം ഒന്നും കണ്ടിട്ടില്ലേ? ആ, 1-2 ചിഹ്നം കാണിച്ചു തന്നിട്ടുണ്ട്. How was it? എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ചേട്ടന് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള സിനിമ ടൈപ്പ് ഏതാ? എനിക്ക് ത്രില്ലറാണ് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷെ എനിക്ക് കൂടുതലും വരല് റൊമാൻസ് ആണ്. ഒരു റൊമാൻറ്റിക് ഹീറോ ആണല്ലേ? അങ്ങനെയൊന്നുമില്ല. റൊമാൻറ്റിക് ചെയ്ത് ഏത് നടീനെ കൂടെ ഒന്നും പോയിക്കളല്ലേ? ഇതിപ്പോ എങ്ങനെ ചോദിക്കും, കമ്മിറ്റഡ് ആണോ അല്ലയോ? അല്ല ചേട്ടാ, ചേട്ടന് റിയൽ ലൈഫിലും ഇങ്ങനെ റൊമാൻസ് ഒക്കെ ഉണ്ടോ? എന്റെ മോളെ ഓർമ്മിപ്പിക്കല്ലേ നീ. എനിക്ക് കോളേജിൽ നിന്റെ ചിന്നുവിനെ പ്രേമിച്ചത് തന്നെ മതിയായി. അപ്പൊ ഇപ്പൊ ലവർ ഒന്നുമില്ലേ? ഇല്ല. ഞാനിപ്പോ കറന്റ് സിംഗിൾ ആണ്. പിന്നെ നാട്ടുകാരും കുടുംബക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കല്യാണായില്ലേ എന്ന്. ഞാനെന്തു പറയാനാ? എല്ലാരും വിചാരം എനിക്ക് 2-3 ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നാ. എനിക്കല്ലേ സത്യം അറിയുള്ളൂ. അപ്പൊ ഗേൾ ഫ്രണ്ടും ഇല്ല. എടോ, എനിക്കുള്ളത് തന്നെ. മീരക്ക് എങ്ങനെയാ, റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടോ? എനിക്കങ്ങനൊന്നുമില്ല. അതെന്താ? അതെന്താന്ന് ചോദിച്ചാ, എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പിന്നെ എന്റെ ഈ സ്വഭാവം കൊണ്ടൊക്കെ ആയിരിക്കും. മീരന്റെ നല്ല സ്വഭാവല്ലേ, പിന്നെന്താ പ്രശ്നം? നല്ല സ്വഭാവം മീൻസ് കോളേജിൽ പോയി ചോദിച്ചാൽ ഞാനിങ്ങനെ അല്ല ചേട്ടാ. ഞാൻ എന്നെ പൊക്കി പറയാൻ വിചാരിക്കരുത്, ഞാൻ വളരെ കച്ചറയാണ്. കോളേജ് നമ്മൾ അടിച്ചു പൊളിക്കണോടാ. കുറച്ച് കച്ചറായാലും കുഴപ്പമൊന്നുമില്ല. മാർക്കൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതുണ്ട്. ആഹാ, കൊള്ളാലോ. മിഥുൻ എങ്ങനെയാ, പഠിക്കുവോ? ഓ, അവൻ നല്ലോണം പഠിക്കൂ. അവൻ ക്ലാസ്സിൽ ഫസ്റ്റ് ഒക്കെയാ. ആഹാ, കൊള്ളാലോ. ചേട്ടനും നല്ലോണം പഠിക്കായിരുന്നോ? അത്യാവശ്യം നല്ലോണം പഠിക്കായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, റിലേഷൻഷിപ്പ് ഒക്കെ ആയപ്പോ അങ്ങനെ അങ്ങ് പോയി. സത്യം പറഞ്ഞ ചേട്ടൻ ചിന്നു പറഞ്ഞ പോലെ നല്ലട്ടോ. എന്നെ ഭയങ്കര ഭീകരനായിട്ടേക്കൂലേ ചിന്നു പറഞ്ഞിട്ടുണ്ടാവുക? അത്യാവശ്യം. നേരിട്ട് കണ്ടിട്ട് എന്ത് തോന്നി? അങ്ങനെയാണോ? അല്ലല്ല, നമ്മളൊരാളെ പാസ്റ്റ് വെച്ച് ജഡ്ജ് ചെയ്യരുതല്ലോ. ഇപ്പൊ പാവാ തോന്നുന്നു. അത്രയ്ക്ക് പാവൊന്നല്ല. അത്ര പാവാവരുത് എന്നാലും. ആയിക്കോട്ടെ. അയ്യോ, 8 മണി, ഫുഡ് കഴിക്കണ്ടേ? കഴിക്കാം. എന്നാ വാ. വാ.